നീല ട്രോളിയും ട്രോളലും. എന്തായാലും വീണ്ടും പാലക്കാടത്തെ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ വീണ്ടും ഇതാ നീല ട്രോളിയെയും അതിൻ്റെ കൂടെ ചില ട്രോളലുകളും വീണ്ടും ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ഇന്നലെ രാഹുൽ മാങ്കൂട്ടത്തിലും UR പ്രദീപും MLA-മാരായി സത്യപ്രതിജ്ഞ ചെയ്തു. സത്യപ്രതിജ്ഞ ചെയ്ത് കഴിഞ്ഞപ്പോൾ അവിടെ സ്പീക്കർ അവർക്ക് ഒരു സമ്മാനമായി കൊടുത്തത് നീല ട്രോളി ബാഗാണ്. എന്തിനാണ് സ്പീക്കർ ഷംഷീർ ഈ നീല ട്രോളി ബാഗ് തന്നെ തിരഞ്ഞെടുത്തത്? യാദൃശ്ചികമായിട്ട് സംഭവിച്ചു പോയതാണ്, ബോധപൂർവമല്ല, മനഃപൂർവ്വമല്ല എന്ന് സ്പീക്കർ പറയുന്നുണ്ട്. സ്പീക്കറിൻ്റെ ഭാഗമായിട്ട് നിയമസഭയിലെ അതിൻ്റെ അധികൃതർ പറയുന്നുണ്ട്. അത് സാധാരണ സംഭവിച്ചാണ്, അതിനെ നിങ്ങൾ വലിയ കാര്യമായി കാണണ്ട. പക്ഷേ അത് നീല ട്രോളി എന്നത് നിങ്ങൾ വലിയ രാഷ്ട്രീയമൊന്നും അതിനകത്ത് കാണണ്ട എന്നാണ് ഷംഷീർ പറഞ്ഞത്. പക്ഷേ ഷംഷീറിന് അതിനകത്ത് എന്തെങ്കിലും ചെറിയ ഉദ്ദേശമുണ്ടോ? നീല ട്രോളി ബാഗ് കൊണ്ടുവന്ന് പാലക്കാട്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ തകർക്കാൻ ശ്രമിച്ച ചില സഖാക്കളോട് ചില സന്ദേശങ്ങൾ കൊടുക്കുകയാണോ നമ്മുടെ ഷംഷീർ? കാരണം സീനിയറായ താനിരിക്കുമ്പോൾ ജൂനിയറായ മരുമകനെ മന്ത്രിയാക്കിയ മുഖ്യമന്ത്രിയും തൊട്ടടുത്തിരിപ്പുണ്ട്. അതുപോലെ തന്നെ ഷംഷീറിനോട് അത്ര താല്പര്യമില്ലാത്ത ചില നേതാക്കളും പാലക്കാട്ടത്തെ ഈ ട്രോളി ബാഗ് വിവാദത്തിൻ്റെ പിന്നിൽ വന്നിട്ടുണ്ട്. അന്നൊക്കെ അത് ചർച്ച ചെയ്തതുമാണ്. അവർക്കെതിരായിട്ടെല്ലാമുള്ള ഒരു ചെറിയ ഒരു സന്ദേശം കൊടുക്കലാണോ ഷംഷീർ ചെയ്തിരിക്കുന്നത്? അല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും ഷംഷീർ അത് ശ്രദ്ധിച്ചു കാണില്ല. കാരണം നിയമസഭാ സെക്രട്ടറിയോ അല്ലെങ്കിൽ നിയമസഭയിലെ ഏതെങ്കിലും ഉദ്യോഗസ്ഥനോ പ്രത്യേക ചുമതല കൊടുത്ത ഒരു ഉദ്യോഗസ്ഥനോ ആർക്കെങ്കിലും ആയിരിക്കാം അത്തരം ഒരു സമ്മാനം വാങ്ങി വയ്ക്കണം എന്ന് നിർദ്ദേശം കൊടുത്തിട്ടുള്ളത്. അയാൾ ഈ ബാഗ് വാങ്ങി വെച്ചപ്പോൾ അത് നീല ട്രോളി ബാഗ് ആയതായിരിക്കാം. അയാൾ ഇനി മനഃപൂർവ്വം കളിപ്പിച്ചതാണോ, അതോ അയാൾക്കും സാധാരണ ഒന്നും സംഭവിക്കാതെ അങ്ങ് ചെയ്തു പോയാണോ? പോട്ടെ, നമ്മൾക്ക് ഈ നീല ട്രോളി ബാഗിനെ കുറിച്ചൊന്നും അങ്ങനെ വലുതായിട്ടിട്ട് ഇങ്ങനെ കൂലങ്കഷമായിട്ട് ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. അത് നിയമസഭയ്ക്ക് അബദ്ധം പറ്റിപ്പോയതാണ്. അത് ഷംഷീർ ബോധപൂർവം ചെയ്തതല്ല. നിങ്ങൾ ബോധപൂർവം ചെയ്തതാണെന്ന് മാധ്യമങ്ങൾ ഇങ്ങനെ വന്ന് വ്യാഖ്യാനിച്ച് അതിനെ ഒരു വല്ലാത്ത ട്വിസ്റ്റിലേക്കും വല്ലാത്ത മേഖലയിലേക്കും കൊണ്ടുവന്നത് മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ മരുമകനും എതിരായിട്ടും തന്നെ ജൂനിയറായിരുന്ന തന്നെ ഒതുക്കിയതിൻ്റെ ഒരു ചെറിയ മറുപടിയാണോ എന്നൊക്കെ പറയും. നിങ്ങൾ വ്യാഖ്യാനിക്കേണ്ട, അതൊന്നും ശരിയല്ല എന്ന് പറയായിരിക്കും. ശരി, അത് തന്നെ നമ്മൾ സമ്മതിക്കുന്നു, നമ്മൾ വ്യാഖ്യാനിക്കുന്നില്ല. പക്ഷേ ഇന്നലെ അവിടെ കണ്ട ചില വേറെ ഒന്ന് രണ്ട് സീനുകളും കൂടി ഓർമ്മ വരുന്നു ഈ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ. സാധാരണ നിയമസഭയിലെ പുതിയ MLA-മാർ സത്യപ്രതിജ്ഞ നടക്കുന്നത് നിയമസഭയ്ക്കകത്താണ്. നിയമസഭ കൂടിക്കൊണ്ടിരിക്കുമ്പോൾ ആ കാലഘട്ടത്തിൽ അവിടെ വെച്ച് സ്പീക്കറുടെ ചേംബറിൽ വന്നിട്ടാണ് ഈ MLA-മാർ സത്യപ്രതിജ്ഞ ചെയ്യാറ്. പക്ഷേ എന്തുകൊണ്ടോന്നറിയില്ല, വ്യത്യസ്തമായിട്ടുള്ള ഒരു ചടങ്ങാണ് ഇത്തവണ നടത്തിയത്. UR പ്രദീപും അതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിലും ഒരു പ്രത്യേക ഫംഗ്ഷൻ വെച്ച് അവരെ പ്രത്യേകിച്ച് സത്യപ്രതിജ്ഞ ചൊല്ലിപ്പിക്കുകയായിരുന്നു. ചടങ്ങിൽ പ്രതിപക്ഷ നേതാവുണ്ട്, മുഖ്യമന്ത്രിയുണ്ട്, സ്പീക്കറുണ്ട്, റവന്യൂ മന്ത്രിയുണ്ട്, അങ്ങനെ പ്രമുഖന്മാരായ എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു. മിക്കവാറും എല്ലാ മന്ത്രിമാരും അവിടെ സന്നിഹിതരായിരുന്നു. അതുപോലെ തന്നെ ഉദ്യോഗസ്ഥന്മാരും രാഷ്ട്രീയ നേതാക്കളും എല്ലാവരും സന്നിഹിതരായിരുന്നു. എന്തായാലും വല്ലാത്ത ഒരു പുതിയ രീതിയിലുള്ള ഒരു ഫംഗ്ഷനായിരുന്നു. അവർക്ക് എല്ലാവരും ബുക്ക് കൊടുക്കുന്നു, സമ്മാനങ്ങൾ കൊടുക്കുന്നു. അപ്പോൾ സ്പീക്കർ കൊടുത്ത സമ്മാനമാണ് ഞാൻ നേരത്തെ പറഞ്ഞ ട്രോളി ബാഗ്, നീല ട്രോളി ബാഗ്. എന്തായാലും അവിടെ കണ്ട മറ്റൊരു കാര്യം ഞാനത് പറയാനാണ് ഇത്രയും പറഞ്ഞു വന്നത്. ആദ്യം രാഹുൽ മാങ്കൂട്ടത്തിൽ ആ സഭയിലേക്ക് വന്ന് കയറുമ്പോൾ ഒരു വല്ലാത്ത ഒരു ഇളക്കത്തോടെ, ചിലരങ്ങനെയാണ്, ചിലർ ഇങ്ങനെ ശാന്തമായിരിക്കുന്ന ഒരു സദസ്സിലേക്ക് ചിലർ വന്ന് കയറുമ്പോൾ പെട്ടെന്ന് ഒരു വൈബ്രേഷൻ ഉണ്ടാകും. അത് ചിലർക്ക് മാത്രം പറ്റുന്ന ഒരു കഴിവാണ്. അവരുടെ ഉള്ളിലുള്ള പോസിറ്റീവ്നെസ് ആയിരിക്കാം ചിലപ്പോൾ അങ്ങനെ ഉണ്ടാകും. എനിക്കെല്ലാം അങ്ങനെ അനുഭവപ്പെട്ടിട്ടുണ്ട്. ചിലർ വന്ന് കയറും പെട്ടെന്നൊരു വൈബ്രേഷൻ ഉണ്ടാകും, ഒരു പോസിറ്റീവ് വൈബ്രേഷൻ ഉണ്ടാകും. നമ്മൾ പെട്ടെന്ന് അറിയാതെ ശ്രദ്ധിച്ചു പോകും. അറിയാതെ ഒന്ന് കസേരയിൽ നിന്നും എത്രയൊക്കെ ഇങ്ങനെ ഇറുക്കി ഇരുന്നാൽ പോലും പെട്ടെന്നറിയാതെ ഒന്ന് എഴിച്ചു പോകും. അത് ഒരു പ്രത്യേകതയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ അത്രയ്ക്ക് വലിയൊരു പ്രകമ്പനം ഉണ്ടാക്കിയെന്നോ ഒരു വൈബ്രേഷൻ ഉണ്ടാക്കിയെന്നോ അല്ല ഞാൻ പറയുന്നത്. പക്ഷേ അദ്ദേഹം വന്ന ഉടനെ നേരെ എല്ലാവരെയും ശ്രദ്ധിച്ചു, എല്ലാവരും അദ്ദേഹത്തിനെ ശ്രദ്ധിച്ചു, എല്ലാവരുടെയും ഒരു ശ്രദ്ധാകേന്ദ്രമായി മാറി. അത് UR പ്രദീപ് വന്നപ്പോഴും അങ്ങനെ എല്ലാവരുടെയും ശ്രദ്ധാകേന്ദ്രമായി. രാഹുൽ വന്നപ്പോഴും അത് തന്നെ സംഭവിച്ചു. രാഹുൽ വന്നപ്പോൾ കുറച്ചും കൂടെ ശക്തമായിരുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അത് ഞാൻ മാത്രം പറയുന്നതല്ല, പൊതുവിൽ അങ്ങനെയാണ് സംഭവിച്ചത്. പക്ഷേ അദ്ദേഹം അത് നേരെ സ്വാഭാവികമായിട്ടും ഒരു പുതിയ MLA വരുമ്പോൾ ആദ്യം വന്ന്
പിന്നെ വന്ദിക്കേണ്ടതും ഷേക്ക് ഹാൻഡ് കൊടുക്കേണ്ടതും സ്പീക്കറാണ് നിയമസഭയുടെ നാഥൻ എന്ന് പറയുന്നത്. അപ്പോൾ സ്പീക്കറെ കൈ കൊടുക്കാൻ നേരെ രാഹുൽ മാങ്കൂട്ടത്തിൽ ചെല്ലുന്നു. സ്പീക്കർ കൈ ഉയർത്തുന്നതിന് മുമ്പ് തന്നെ തൊട്ടടുത്തിരുന്ന മുഖ്യമന്ത്രി കൈ കൊടുക്കാൻ ശ്രമിക്കുന്നു. സ്വാഭാവികമായിട്ടും സഭാനാഥൻ എന്നുള്ള നിലയിൽ മുഖ്യമന്ത്രിക്ക് പിന്നെ കൈ തരാൻ തയ്യാറെടുക്കുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് അത് കൊടുക്കാൻ പറ്റില്ല. ഉടനെ തന്നെ ശംഷീർ കൈ ഒന്ന് നൈസായിട്ടൊന്ന് പുറകോട്ട് വലിക്കുന്നു. അദ്ദേഹം പിന്നെ നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിൽ മുഖ്യമന്ത്രിക്ക് കൈ കൊടുത്തു. തൊട്ടടുത്തിരുന്ന സ്പീക്കർക്കും കൈ കൊടുത്തു. പിന്നെ ഒരു മുഖ്യമന്ത്രിയുടെ ഒരു ഒരു ലാംഗ്വേജ്, ബോഡി ലാംഗ്വേജ് എന്തായിരുന്നു നമുക്കറിയില്ല. പക്ഷെ നമ്മൾ അങ്ങനെ കാണുന്നത് കൊണ്ടോ എന്നറിയില്ല. അദ്ദേഹത്തിന് ഈ രാഹുൽ മാങ്കൂട്ടത്തെ എങ്ങനെയും തുലയ്ക്കണം എന്ന് തീരുമാനിച്ചിറങ്ങിയ ഒരു രാഷ്ട്രീയ നേതാവാണ് പിണറായി വിജയൻ എന്ന് ചിലപ്പോൾ നമുക്ക് തോന്നിയിട്ടുണ്ട്. കാരണം അദ്ദേഹത്തിനെതിരെ ഗുരുതരമായിട്ട് കള്ളക്കേസ് എടുക്കാനുണ്ടായത്. വീട്ടിൽ ചെന്ന് ഈ മോഷ്ടാക്കളെയും കള്ളന്മാരെയും അറസ്റ്റ് ചെയ്തതുപോലെ അർദ്ധരാത്രി അമ്മയുടെ മുന്നിൽ നിന്നും അമ്മയോടോ ആരോടോ ഒരു അക്ഷരം പറയാതെ പോലീസ് വന്ന് വലിയ കൊലപാതകികളെയും കൊടും കുറ്റവാളികളെയും പിടിച്ചിരിക്കുന്നത് പോലെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ വീട്ടിൽ ചെന്ന് അമ്മയുടെ മുന്നിൽ നിന്ന് പൊക്കിയെടുത്തുകൊണ്ട് പോയതും ഈ തിരുവനന്തപുരത്ത് കൊണ്ടുവന്ന് പെട്ടെന്ന് ജയിലിൽ അടച്ചതും ഒക്കെ ചെയ്ത് ഒരു 6 ദിവസത്തോളം അദ്ദേഹം ജയിലിൽ കിടക്കേണ്ടി വന്നു. ജാമ്യം കിട്ടാതെ ഉള്ള വകുപ്പുകളൊക്കെ നോക്കുകയും ചെയ്തു ഗവൺമെൻറ്. ഇയാളെ ഇതോടുകൂടി ഇവനെ ഒതുക്കണം. കാരണം ഇവൻ യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവായതോടുകൂടി യൂത്ത് കോൺഗ്രസ്സുകാർ തനിക്കെതിരെ വല്ലാതെ ആർജവത്തോട് വളരെ ശക്തമായി വരുന്നു. തൻ്റെ ജനകീയ സദസ്സ്, ജനകീയ യാത്രയിൽ ഉടനീളം ഇത്രയും എല്ലായിടത്തോട്ടും തല്ലിയിട്ടും യുവമാർ ഒതുങ്ങിയില്ല. ഓരോ സ്ഥലത്തിട്ടും യുവമാർ നന്നായിട്ട് തല്ലി. പോലീസിനെ കൊണ്ടും DYFIക്കാരെ കൊണ്ടും അതുപോലെ ഗൺമാനെ കൊണ്ടും ഒക്കെ തല്ലിച്ചിട്ടും പൂച്ചട്ടി കൊണ്ട് തലക്കടിച്ചിട്ടും ഹെൽമറ്റ് കൊണ്ട് തലക്കടിച്ചിട്ടും യുവമാരൊന്നും ഒതുങ്ങിയില്ല. അത്രയ്ക്ക് ശക്തിയാണ് ഈ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയതുകൊണ്ട്. അതുകൊണ്ട് ഇനി മാങ്കൂട്ടത്തിനെ വെച്ചുകൊണ്ടിരുന്നാൽ പറ്റില്ല. ഈ യൂത്ത് കോൺഗ്രസ് ശക്തമാകും. തനിക്കെതിരെ താൻ ഈ ഏകഛത്രാധിപതിയെ പോലെ ഇവിടെ ഭരിക്കുമ്പോൾ തനിക്കെതിരെ കരിങ്കൊടി കാണിക്കാൻ ഇവിടെ ആരുണ്ടടാ എന്ന് എനിക്കിനി ചോദിക്കണം. അങ്ങനെ ആരെങ്കിലും ഉയർന്നവരെ എൻ്റെ കൈ ഇനി പൊങ്ങരുത്. അതുകൊണ്ട് ഇതിനെല്ലാം ധൈര്യം കൊടുക്കുന്ന, നേതൃത്വം കൊടുക്കുന്ന രാഹുലിനെ അങ്ങ് ഒതുക്കിയേക്കാമെന്ന് പറഞ്ഞാണ് അന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അയാളെ കേസിൽപ്പെടുത്തിയത്. പക്ഷേ ആ കേസിൽ നിന്നൊക്കെ ഫിനിക്സ് പക്ഷിയെ പോലെ ഉയർന്നു വന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ. അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ നമ്മുടെ ചാനലിലൊക്കെ വന്നിരുന്നു പറയുന്നതും ആ പറയുന്ന കാര്യങ്ങളൊക്കെ വളരെ ചോദിക്കുന്നതും ഇടതുപക്ഷ സഹയാത്രികർ എന്ന് പറയുന്നവരോടും ഇടതുപക്ഷക്കാരെന്ന് പറയുന്നവരും CPM വക്താവെന്ന് പറയുന്നവരോടൊക്കെ ചോദിക്കുന്ന ചോദ്യങ്ങളും അവരുടെ വാക്ക് ഉത്തരമുട്ടുന്നതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ അത്ര വലിയ ഒരു വല്ലാതെ എനർജിക്കറ്റായ ഒരു യൂത്ത് കോൺഗ്രസിൽ കാണാൻ കിട്ടാത്ത ഒരു എനർജറ്റിക്കാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്നത്. നമ്മൾ കണ്ടതാണ്. നാളെ ഇനി അയാൾ എങ്ങനെ ആവുമെന്ന് നമുക്കറിയില്ല. എന്തായാലും ഇപ്പോൾ നിയമസഭയിലെത്തി. സ്വാഭാവികമായിട്ടും താൻ എന്തൊക്കെ ചെയ്യാൻ ശ്രമിച്ചാലും തൻ്റെ അധികാരം വെച്ചിട്ട് തൻ്റെ ഭരണകൂട ഭീകരത മാക്സിമം ഉപയോഗിച്ചിട്ടും ഇയാളെ ഒന്നും ചെയ്യാൻ കഴിയില്ലോ. വീണ്ടും ഇയാൾ നിയമസഭയിലെത്തിയിരിക്കുന്നു എന്ന ഒരു ജാള്യത ഉണ്ടല്ലോ. ആ ജാള്യത ഇന്നലെ മുഖ്യമന്ത്രിയുടെ മുഖത്തും ഉണ്ടായിരുന്നു എന്നാണ് തോന്നുന്നത്. ഈ സത്യപ്രതിജ്ഞ ചെയ്തതിന് ശേഷം അദ്ദേഹം ഈ വരിയായിട്ട് തൊണ്ട അടുത്തിരുന്നവരുടെ ഓരോരുത്തരുടെയും കൈ കൊടുക്കുമ്പോഴും മുഖ്യമന്ത്രി ഇങ്ങനെ അയാൾക്ക് കൈ കൊടുക്കാൻ കാത്തിരിക്കുകയായിരുന്നു. എല്ലാം നോക്കിയിരിക്കുകയായിരുന്നു. ഞാനൊന്നും അറിഞ്ഞില്ലേ, ഞാൻ വളരെ നല്ലവനാണ്, ഞാനൊരു നല്ല പൊളിറ്റിക്സുകാരനാണ്, ഞാൻ ഈ മാങ്കൂട്ടത്തിനൊന്നും ചെയ്തിട്ടില്ല, അങ്ങനെയൊന്നും ധാരണ വേണ്ട എന്ന തരത്തിൽ ആ ജാള്യത മറയ്ക്കാൻ നിൽക്കുന്നത് നമ്മൾ കണ്ടതാണ്. ഒരുപക്ഷെ ഈ ഞാനീ പറയുന്നത് നിങ്ങൾ പലർക്കും ഇഷ്ടപ്പെടില്ല എന്നില്ലായിരിക്കും. കാരണം എനിക്ക് തോന്നിയതായിരിക്കാം. പക്ഷെ ഞാനത് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ നിങ്ങൾക്കും പലർക്കും അത് തോന്നിയിട്ടുണ്ടായിരിക്കാം. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ ഇനി പ്രധാനമായിട്ട് ഉദ്ദേശിച്ചത് കുഴൽനാടനെ പോലെ ഇനി ഒരു കുഴൽനാടൻ വരരുത്. അത് രാഹുൽ മാങ്കൂട്ടത്തിൽ ആണ് ഉയർന്നു വരുന്നത്. അതുകൊണ്ടാണ് അയാൾക്കെതിരെ കേസെടുത്ത് തറുക്കാൻ നോക്കിയത്. പിന്നെ കുഴൽനാടനെതിരെ നിരവധി കേസുകളുണ്ട്. കുഴൽനാടൻ ഇനി വലുതായിട്ട് പൊങ്ങരുതെന്ന് വിചാരിച്ചു. പക്ഷേ കുഴൽനാടൻ മൈൻഡ് ചെയ്യാതെ രംഗത്ത് വരുന്നുണ്ട്. ഇനി കുഴൽനാടന് മറ്റൊരു കുഴൽനാടൻ കൂടി ഇതാ നിയമസഭയിലെത്തിയിരിക്കുന്നു. സ്വാഭാവികമായിട്ടും പിണറായി വിജയന് വളരെ ഭീഷണിയായിരിക്കും. പലപ്പോഴും ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ പിന്നെ പുറത്ത് പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തിയപ്പോൾ, പ്രതിഷേധ പ്രസംഗങ്ങൾ നടത്തിയപ്പോൾ മുഖ്യമന്ത്രി വിജയ എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം പലപ്പോഴും പ്രസംഗം നടത്തിയിട്ടുള്ളത്. അത്ര പിന്നെ ശക്തിയുള്ള, ആർജവമുള്ള, ധൈര്യമുള്ള ഒരു യൂത്ത് കോൺഗ്രസ് നേതാവാണ് രാഹുൽ. നിയമസഭയിൽ വരട്ടെ. നിയമസഭയിൽ വന്നിട്ട് അദ്ദേഹം എന്തു ചെയ്യും നമുക്കറിയില്ല. നമ്മൾ ഈ കാണുന്ന പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിലല്ല, വെറും ഒരു നിയമസഭാ സാമാജികൻ മറ്റു പലരെ പോലെ വെറും ഒരു നിയമസഭാ സാമാജികൻ മാറുമോ അതോ കുഴൽനാടൻ പോലെ പൊരുതുമോ? നമുക്ക് കാത്തിരിക്കാം.